നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സവാളയൊന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത്. സവാളയൊന്നും വഴറ്റാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗം കുറച്ച് കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ബാക്കി ഭാഗം കുറച്ച് കനം കുറച്ചുകൊണ്ട് കട്ട് ചെയ്തെടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചതച്ചോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത പകുതി തക്കാളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മൂടിയിട്ട് വെയിറ്റ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. ഓരോ കുക്കർ അനുസരിച്ചും പിന്നെ നമ്മൾ വയ്ക്കാനെടുക്കുന്ന ഗ്രീൻ പീസ് അനുസരിച്ചും വേകുന്ന ടൈമിൽ വ്യത്യാസം വരുവേ. എൻ്റെ ഒരു ചെറിയ പഴയ കുക്കറുണ്ട്. അതിൽ ഒരു 12-13 വിസിൽ വരുമ്പോൾ മാത്രമേ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ച് വേകുന്ന ടൈമിൽ വ്യത്യാസം വരും. ഇതിപ്പം ആവിയെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് ഒട്ടും വെന്തുടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് അളവ് കേട്ടോ. വേവിൻ്റെ അളവ് ഇതാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ചതഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ പീസ് വെന്തിട്ടുണ്ടാവണം. നമ്മൾ കനത്തിൽ കട്ട് ചെയ്ത് സവാള ഒട്ടും വെന്തലിഞ്ഞു പോയിട്ടില്ല. ബാക്കി സവാളയും തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറിയിൽ കുറച്ച് സവാള അവിടെ ഇവിടെയൊക്കെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തത്. ഇനി ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള പൊടികൾ റെഡിയാക്കാം. അപ്പോൾ ചെറിയൊരു ബൗളിൽ ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ സാദാ എരിവുള്ള ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കണേന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത പൊടികളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ടാകും. നല്ല ചൂടായ വെളിച്ചെണ്ണയാണല്ലോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. ഇതുപോലെ നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ കുറേ കറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ്. നിങ്ങളെല്ലാവരും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലും വ്യത്യസ്തമായ രുചിയിലുള്ള വേറൊരു ഗ്രീൻ പീസ് കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കറി നമുക്ക് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം കറി കുറുകി വരും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം, ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ചതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പം കുറച്ചും കൂടെ കൂടുതൽ അളവിൽ തേങ്ങ എടുക്കേണ്ടി വരും. ഇനി ഈ ജാറ് കഴുകി കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ പെരിഞ്ജീരകം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലയുടെ രുചിയൊക്കെ നല്ല അടിപൊളി രുചിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാലേ ആ രുചി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തേങ്ങ അരച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. അത്രേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ, തിളക്കാൻ നിൽക്കേണ്ട. തിളക്കുമ്പോഴത്തേക്കും കറിയുടെ ആ ഭംഗി അങ്ങോട്ട് പോയി പോകും. അത് കാരണം ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്